അത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ വസ്തുക്കൾക്കും അനുഗ്രഹമായിക്കൊണ്ടാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. മനുഷ്യരെ മാത്രം എടുത്തു പറഞ്ഞിട്ടില്ല. ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം അതിൽ ഉൾപ്പെട്ടു. അപ്പം എല്ലാ വസ്തുക്കൾക്കും അനുഗ്രഹമാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് എല്ലാ വിഷയത്തിലും 100% ഓക്കെയാണ് എന്ന് പറയാൻ പറ്റിയ ഒരേ ഒരു വ്യക്തിയെ ലോകത്തെ ഉള്ളൂ. അത് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു ഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായവരാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്മലു ഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഭംഗിയുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലു ഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂല് ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെക്കാളും പരിപൂർണനായ സൃഷ്ടിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഅഖലു ഖൽഖില്ലാഹ്, ലോകത്തുള്ള എല്ലാ വസ്തുക്കളെക്കാളും എല്ലാ സൃഷ്ടികളെക്കാളും ഏറ്റവും ബുദ്ധിയുള്ള ആള് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഅലമു ഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വിവരമുള്ള ആള് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പം എല്ലാ അർത്ഥത്തിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ് പൂർണ്ണനായ ഒരു മനുഷ്യൻ, എല്ലാം തികഞ്ഞ ആള് എന്ന് പറയാൻ പറ്റിയത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ മാത്രമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. നബിയെ, തങ്ങളെ ഞാൻ പറഞ്ഞയച്ചിട്ടുള്ളത് ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും ജീവനുള്ള വസ്തു എന്നില്ല, ജീവനില്ലാത്ത വസ്തു എന്നില്ല, അതിൽ മനുഷ്യരെ എന്ന് വേർപ്പെടുത്തി പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അനുഗ്രഹീതനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി തങ്ങൾ നീണ്ട 63 വർഷം ഭൗതികമായ ലോകത്ത് ജീവിച്ചപ്പോൾ 23 വർഷമാണ് ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്തിയിട്ടുള്ളത്. ആ പ്രബോധന ദൗത്യം നടത്തിയ കാലത്തെല്ലാം ജനങ്ങൾക്ക് അവർ നബി തങ്ങൾ നൽകിയിട്ടുള്ളത് സ്നേഹം മാത്രമാണ്, കാരുണ്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, വലൗ കുന്ത ഫല്ലൻ വലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക. ഓ നബിയെ, തങ്ങളെ സ്വഭാവമെങ്ങാനും പരുഷ സ്വഭാവമായിരുന്നെങ്കിൽ, നിങ്ങളെപ്പോഴും കാർക്കശ്യമുള്ള സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നുവെങ്കിൽ, ലം ഫല്ലൂ മിൻ ഹൗലിക, തങ്ങളെ ചാരത്ത് നിന്ന് തങ്ങളെ സമീപത്ത് നിന്ന് അവിടത്തെ അനുചരന്മാരാകുന്ന സ്വഹാബത്ത് എല്ലാം ഒഴിഞ്ഞു പോകുമായിരുന്നു. പക്ഷേ തങ്ങളെ സ്വഭാവം നല്ല നീറ്റ് സ്വഭാവമാണ്, നല്ല ലോല മനസ്സിൻ്റെ ഉടമയായിരുന്നു തങ്ങൾ. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാവരും തങ്ങളിലേക്ക് ആകർഷിക്കുന്ന പ്രകൃതിയാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നസല ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദിയാഫ്, ഒരു സംഘം ആളുകൾ ഹബീബായ തങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. അവർ നബി തങ്ങളെ നേരത്തെ പരിചയമില്ല, നബി തങ്ങളെ നേരത്തെ കണ്ടിട്ടില്ല. കാണാത്ത ഒരു വിഭാഗം ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിരുന്നുകാരായി കാണാൻ വേണ്ടി വരികയാണ്. വന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യമാണ്, ഓ നിങ്ങൾ എന്തിനു വേണ്ടി വന്നവരാണ്? ഉടനെ തന്നെ അവരുടെ മറുപടി എന്താണ്? ഓ നബിയേ, തങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നതാണ്. തങ്ങളുടെ ഓരോ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളും, തങ്ങളെ ജീവിതത്തിൻ്റെ ശൈലിയും, തങ്ങളെ നടത്തവും, തങ്ങളെ ഇരുത്തവും, തങ്ങളെ പെരുമാറ്റ ശൈലികളും, തങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ നിഖില മേഖലകളും
ഒന്ന് പഠിക്കാൻ വേണ്ടി വന്നതാണ് നബിയേ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് മുമ്പിൽ ആദ്യം ചെയ്തു കൊടുക്കുന്നത് എന്താണെന്നറിയുമോ? അവിടുന്ന് വുളൂ ചെയ്യുകയാണ്. ഫലമ്മാ തവല്ലഅൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിൻ്റെ റസൂൽ അവർക്ക് മുമ്പിൽ വുളൂ ചെയ്യുകയാണ്. ശരിബൂ മാ ഫളില മിൻഹു, ആ സ്വഹാബത്താകുന്ന കാണാൻ വന്ന ആളുകൾ, ഗസ്റ്റുകൾ, അതിഥികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വുളൂ ശരിക്കും ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വുളൂവിനെ കണ്ടു പഠിക്കുകയാണ്. അങ്ങനെ മുത്തുനബി വുളൂ കഴിഞ്ഞപ്പോൾ ആ പാത്രത്തിൽ നബി തങ്ങൾ വുളൂ എടുത്ത് ബാക്കി വന്ന വെള്ളം, ശരിബൂ മാ ഫളില മിൻഹു, അതിൽ നിന്ന് ബാക്കി വന്ന വെള്ളം അവർ കുടിക്കുകയാണ്. നമ്മളൊക്കെ സാധാരണ വുളൂ ചെയ്യാറുണ്ട്. പക്ഷേ പണ്ടത്തെ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടല്ല ഇന്ന് നമ്മളൊന്ന് വുളൂ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു തോൽപാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് അതിങ്ങനെ ചരിച്ച് അതിൽ നിന്ന് കയ്യിലേക്ക് ഒഴിച്ചൊക്കെ വുളൂ എടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമ്മുടെയും പ്രായമുള്ള ഉപ്പമാർക്കൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പറയാൻ കഴിയും. പക്ഷെ ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് അത്തരം കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല. കാരണം ടേപ്പ് സംവിധാനങ്ങൾ വന്നതുകൊണ്ട് വുളൂവിൻ്റെ സമയമാവുമ്പോൾ പൈപ്പ് തിരിച്ചിട്ട് നമ്മൾ കൃത്യമായി വുളൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വുളൂ എടുത്ത വെള്ളം ബാലൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലല്ല ഇന്ന് നമ്മുടെ വുളൂകളൊന്നും നടക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അങ്ങനെയായിരുന്നില്ല. തങ്ങൾ വുളൂ എടുക്കുന്ന പാത്രം, ആ പാത്രത്തിൽ വുളൂ എടുത്തു കഴിഞ്ഞപ്പോൾ ബാലൻസ് വരുന്നത്, ആ ബാക്കി വരുന്ന വെള്ളം അത് ഈ കാത്തു നിൽക്കുന്ന ആളുകൾ അവരെടുത്ത് കുടിക്കുകയാണ്. ഫമസഹു വുജൂഹഹും ബിമൗഖിഇൻ മിൻഹു അലൽ അർളി. മാത്രമല്ല അല്ലാഹുവിൻ്റെ റസൂൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ കഴുകിയ വെള്ളം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ശറഫാക്കപ്പെട്ട മുഖം കഴുകിയ വെള്ളം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തല തടവിയ വെള്ളം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെവി തടവിയ വെള്ളം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലുകൾ കഴുകാൻ ഉപയോഗിച്ച വെള്ളം, അതൊക്കെ ഭൂമിയിലേക്ക് എത്തിയപ്പോൾ ആ വെള്ളം നനഞ്ഞ, അഥവാ ഭൂമിയിൽ വെള്ളം നനഞ്ഞ ഭാഗത്ത് അവർ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ആ ഭൂമിയിലുള്ള നനവ് എടുത്തിട്ട് അവർ ഫമസഹു വുജൂഹഹും, അവരുടെ മുഖങ്ങളെ അവർ തടവുകയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ടച്ച് ചെയ്ത വെള്ളം, ആ വെള്ളത്തിനും വലിയ ബർക്കത്തുണ്ട്. അതുകൊണ്ട് മുത്തുനബി വുളൂ എടുത്ത വെള്ളം അതേ കാണാൻ വരുന്ന ഗസ്റ്റായി വന്ന ആളുകൾ ഭൂമിയിൽ തൊട്ടിട്ട് അവരുടെ മുഖം അങ്ങനെ തടവുകയാണ്. ഇത് കണ്ടപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചോദ്യമാണ്, മാ ഹമലക്കും അലാ ദാലിക, അല്ല മനുഷ്യരെ, നിങ്ങളെ ഇത്രമാത്രം ഞാൻ വുളൂ എടുത്ത വെള്ളം വരെ നിങ്ങൾ എടുത്തിട്ട് ഭൂമിയിൽ തൊട്ടിട്ട് മണ്ണിൽ തൊട്ടിട്ട് നിങ്ങളെ മുഖം തടവാനും ഞാൻ എടുത്ത വുളൂ എടുത്ത പാത്രത്തിലെ ബാക്കി വെള്ളം കുടിക്കാനും നിങ്ങളെ പ്രേരിപ്പിച്ച വസ്തു എന്താ? ഉടനെ തന്നെ അവരുടെ മറുപടിയാണ് ഹുബ്ബുല്ലാഹി വറസൂലിഹി. ഓ നബിയേ, അല്ലാഹുവിനോടും തങ്ങളോടുമുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തു പോയതാ. ലഅല്ലല്ലാഹ വറസൂലഹു യുഹിബ്ബുനാ, ഞങ്ങൾ ഈ ഒരു പ്രവർത്തനം ചെയ്തതിൻ്റെ കാരണം കൊണ്ട് അല്ലാഹു ഞങ്ങളോടങ്ങാൻ ഇഷ്ടം വെച്ചാൽ, ഹബീബായ തങ്ങൾക്ക് ഞങ്ങളോടൊരു പ്രിയമുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആഖിറം രക്ഷപ്പെടാൻ അത് കാരണമാകുമല്ലോ നബിയേ. അത് കരുതിയിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ പുത്തൻവാദികൾ പറയുന്നത് പോലെ അങ്ങനെയൊന്നും ചെയ്യാൻ
കുടിക്കാൻ പാടില്ലെന്ന് നബി തങ്ങൾ പറഞ്ഞില്ല. എൻ്റെ വുളൂഇന്റെ ബാക്കി വെള്ളം അതിൽ ബറക്കത്തില്ലെന്ന് പറഞ്ഞില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് അംഗീകാരം നൽകുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ വ റസൂലഹു, നിങ്ങൾ അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടം വെക്കുന്നവരാണെങ്കിൽ ഫഹാഫിളൂ അലാ സലാസി ഖിസാൽ, ഞാൻ നിങ്ങൾക്കൊരു 3 കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നുണ്ട്. ആ 3 കാര്യം നിങ്ങളെ ജീവിതത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തണം. നിങ്ങൾ പറയുന്നു അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇഷ്ടം ലഭിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പണി ചെയ്തതെന്ന്. എന്നാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇഷ്ടം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ അതിഥികളായി വന്ന 3 ആളുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം ഇങ്ങനെ കാതോർത്ത് കേൾക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് കൊടുക്കുന്ന 1ാമത്തെ ഉപദേശം സിദ്ഖുൽ ഹദീസ്. നിങ്ങൾ എന്ത് സംസാരിക്കുകയാണെങ്കിലും, നിങ്ങൾ എന്ത് പറയുകയാണെങ്കിലും സത്യം മാത്രമേ പറയാവൂ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത 1ാമത്തെ ഉപദേശം. എന്ത് കാര്യം നിങ്ങൾ പറയുകയാണെങ്കിലും നിങ്ങൾ സത്യം മാത്രമേ പറയാവൂ. കാരണം എന്താണ്? ഇന്ന സ്വിദ്ഖ ബിർറുൻ വ ഇന്നൽ ബിർറ യഹ്ദീ ഇലൽ ജന്നാ. സത്യം പറയുന്ന സ്വഭാവം അത് വലിയ നന്മയുടെ സ്വഭാവമാണ്. ഒരാൾ ജീവിതത്തിൽ സത്യം മുറുകെ പിടിക്കുക എന്നത് അവനിൽ വലിയ നന്മയുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. എന്നാൽ ഒരാൾ സത്യം പറഞ്ഞ് ജീവിച്ചാലോ വ ഇന്നൽ ബിർറ യഹ്ദീ ഇലൽ ജന്നാ, ആ സത്യം കാരണം ആ സത്യം പറയൽ കാരണം അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനിക്ക് സിദ്ദീഖ് എന്ന് പേര് ലഭിക്കാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് മെമ്പർമാരിങ്ങനെ കയറി ഇങ്ങനെ വരുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജ് നടത്തി. മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശമൊക്കെ കടന്ന് അവിടെ അർശും കുർസിയും ലൗഹും കലമും എല്ലാം കടന്ന് അവസാനം അള്ളാഹുമായിട്ട് സംസാരിച്ച് തിരിച്ച് അതേ രാത്രിയിൽ തന്നെ നേരം വെളുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മക്കയിലെത്തിയ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കക്കാരോട് പറഞ്ഞപ്പോൾ മക്കയിലുള്ള മുശ്രിക്കീങ്ങളൊക്കെ എതിർത്തു. പക്ഷെ മുത്തുനബി അത് പറയുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സദസ്സിലില്ല. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബോധ്യപ്പെടുത്തണമെന്ന് മനസ്സിലാക്കി മുശ്രിക്കീങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ച് പോകുമ്പോൾ വഴിയിൽ വെച്ചുകൊണ്ട് കണ്ടു, നിന്റെ മുഹമ്മദ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇന്നലത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇങ്ങനെയൊക്കെ യാത്ര നടത്തിയിട്ടുണ്ട്, നീ അത് വിശ്വസിക്കുന്നുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വാക്ക് കേട്ടിട്ടില്ല. ഈ മുശ്രിക്കായ മനുഷ്യൻ പറഞ്ഞ മെസ്സേജ് മാത്രമേ കേൾക്കുന്നുള്ളൂ. സിദ്ദീഖ് തങ്ങളുടെ ചോദ്യം, എൻ്റെ ഹബീബാണോ ഇങ്ങനെയൊക്കെ പോയി വന്നത് എന്ന വിവരം പറഞ്ഞത്? അതെ, എന്നാൽ സ്വതക്കത്ത, ഞാനതിൽ വിശ്വസിച്ചു. അപ്പോൾ ഇവനെന്തായി? ആകെ കുട്ടികളെ ഭാഷയിൽ പറഞ്ഞ സസിയായി. കാരണം എന്താ? ഇവൻ പോയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് മാറ്റി മുഹമ്മദിൻ്റെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ്. പക്ഷെ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനിക്ക് അള്ളാഹിൻ്റെ റസൂൽ കൊടുത്ത പേരാണ് അന്ത സിദ്ദീഖ്, നിങ്ങൾ സിദ്ദീഖാണ് നബിയെ, സിദ്ദീഖാണ്, നിങ്ങൾ സിദ്ദീഖാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു. അപ്പോൾ ആ സ്ഥാനപ്പേര് മുത്തുനബി വെച്ച് കൊടുത്തതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്,
കൂടുതൽ വിഷയങ്ങളിലും സത്യം മാത്രം പറഞ്ഞ് നമ്മുടെ നാക്കിനെ അങ്ങനെ തന്നെ ശീലമാക്കണം. കളവ് പറയുക എന്ന ശൈലി നമ്മുടെ ജീവിതത്തിൽ പാടെ ഒഴിവാക്കണം. പ്രത്യേകിച്ച് ഉമ്മമാരോട് ഒക്കെ ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഒരൊറ്റ കാര്യം പറയുള്ളൂ, ആ ഒരു കാര്യത്തിൽ വെള്ളം ചേർത്തിട്ട് അത് നീട്ടിയിട്ട് ഒരുപാട് കളവാക്കി പറയുമ്പോൾ അതിനെത്രയോ കുറ്റം കിട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഉമ്മ ഒരു കുട്ടിയെ വിളിക്കുന്നത് കണ്ടു. എന്താ ഉമ്മ വിളിക്കുന്നത്? മോനെ, ഇങ്ങോട്ട് വന്നാൽ ഞാൻ നിനക്കൊരു പഴം തരാമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആ കുട്ടി നിങ്ങളുടെ ചാരത്തേക്ക് വന്നാൽ നിങ്ങൾ വാഗ്ദത്തം ചെയ്ത പഴം നിങ്ങൾ കൊടുക്കുമോ? ഉമ്മ പറഞ്ഞു, എൻ്റെ കയ്യിലൊരു ഈത്തപ്പഴമുണ്ട്, ഞാൻ ഈ ഈത്തപ്പഴം കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അതേ സ്ഥാനത്ത് നിങ്ങൾ ആ കുട്ടിയോട് വരാൻ പറഞ്ഞ് പഴം തരാമെന്ന് പറഞ്ഞ ആ കുട്ടി ഓടി വന്നു, പ്രതീക്ഷയോടുകൂടി ഓടി വന്നപ്പം പഴം കൊടുക്കാനില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ അള്ളാഹു ഒരു കളവ് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കളവ് നിങ്ങൾ ശീലമാക്കരുത് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിച്ചതാണ്. നമുക്ക് എപ്പോഴും വളരെ നൈസായി പറയാനുള്ള ചില തമാശകളാണ്. നമ്മൾ കുട്ടികളെ വിളിച്ചാൽ പറയും, വേഗം വന്നോ, എന്നാലും മിഠായി തരാറ്. അപ്പോൾ കുട്ടികൾ ഓടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മിഠായും കൊടുക്കൂല. അത് കളവാണ് എന്നാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ചില കുട്ടികളൊക്കെ മദ്രസയിലേക്ക് വരാതിരിക്കുമ്പോൾ ഞാൻ പിന്നെ കുറേ കാലമായി കുറേ കുട്ടികളൊക്കെ കാണുന്നതുകൊണ്ട് ആദ്യം തന്നെ തല തിരിച്ചാൽ ചോദിക്കുക, നിനക്ക് ഇന്നലെ വയറുവേദനയാണോ ഉണ്ടായത്, പനിയാണോ ഉണ്ടായത്, പിന്നെ ഇങ്ങനെ എന്തെങ്കിലും 2-3 ചോദ്യം. ഈ 2 ചോദ്യത്തിലും പെട്ടല്ല തലവേദനയും വയറുവേദനയും. ഇതാണ് ഏറ്റവും കൂടുതൽ മദ്രസയിൽ വരാൻ മടിയുള്ള കുട്ടികൾ കാരണം പറയാം. കാരണം ഉമ്മാരതാ പറഞ്ഞു കൊടുക്കുക, ഇത് വയറുവേദന പറഞ്ഞാൽ മതി, അല്ലെ തലവേദന, എന്നാൽ തപ്പിയാൽ മനസ്സിലാവില്ല. പനിയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തൊട്ട് നോക്കും ഉസ്താദ്, അപ്പോൾ പനിയുള്ള ചൂടുള്ള അറിയാം. അപ്പോൾ കളവ് പറയാൻ ഏറ്റവും സുഖമുള്ള സംഗതി ഇത് രണ്ടും. ഇത് ഇനി നാളെ അതിന് പറയണം എന്നല്ല പറഞ്ഞത്, അത് പറയരുതെന്ന് പറയാൻ വേണ്ടി അത് പറഞ്ഞത്. ചില കുട്ടികളൊക്കെ പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ശരിക്കും വയറുവേദന ഉണ്ടായില്ല. പിന്നെ ഇത് ആര് പറഞ്ഞാൽ? ഉമ്മ പറഞ്ഞ് അങ്ങനെ പറഞ്ഞാൽ മതി, ഉസ്താദ് അടിക്കൂല എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഉമ്മ തന്നെ ട്രെയിനിങ് കൊടുത്ത് കുട്ടികളെ പറഞ്ഞു വിടുകയാണ്. രാവിലെ തന്നെ വെറും വയറ്റിൽ ഒരു കളവ് പാസ്സാക്കിയിട്ട് ഉസ്താദിൻ്റെ മുമ്പിൽ വന്ന് കുട്ടി പറയാണ്, ഇന്നലെ മിനിയാന്നൊക്കെ ഞാൻ വരാതിരുന്നത് എനിക്ക് ശക്തമായ തലവേദനയായിരുന്നു, ഉമ്മാൻ്റെ അടുത്ത് വിരുന്ന് പോയത് ഇനി എന്ന് സ്വകാര്യത്തിൽ ചോദിച്ചാൽ കുട്ടി പറയും ചെയ്യും. മദർ ഹൗസിക്ക് പോയതെന്നാണ് ഇപ്പോൾ പറയാം. പണ്ടൊക്കെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇന്ന് കുട്ടികളൊക്കെ ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ട് അങ്ങനെയൊക്കെ പറയാം. മദർ ഹൗസിലേനും ഉസ്താദ് ഇന്നലെ മിനിയാന്നൊക്കെ. കളവിനോട് ഒരിക്കലും നമുക്ക് പൊരുത്തപ്പെട്ടുകൂടാ. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്ന സിദ്ഖ ബിർറുൻ, സത്യമെന്നത് വലിയൊരു നന്മയാണ്. വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, ആരെങ്കിലും സത്യം മാത്രം പറയുന്നത് ശീലമാക്കിയാൽ അതുവഴി അവനിക്ക് സ്വർഗം നേടാം. മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എത്ര വലിയ ഉദാഹരണമാണ്. ഈ ഗസ്റ്റായി വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. ഒരു കാരണവശാലും നിങ്ങൾ കളവ് പറഞ്ഞുകൂടാ, നിങ്ങൾ സത്യം മാത്രം പറയണം. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം വഅദാഉൽ അമാന, ഏറ്റെടുത്ത കാര്യം ഭംഗിയായി നിർവഹിക്കണേ. എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, തൊഴിലാളികൾ ജോലിക്ക് വേണ്ടി ഒരു മുതലാളിക്ക് കീഴിൽ ചെന്ന് ആ മുതലാളിയുടെ പറമ്പിൽ തോട്ടത്തിൽ ഇങ്ങനെ കൊത്തുന്ന സമയത്ത് മുതലാളി നോക്കി നിൽക്കുമ്പോൾ നല്ല ആവേശത്തോടെ ജോലി ചെയ്യും. മുതലാളി എങ്ങാനും അവിടെ നിന്ന് പുറത്തേക്ക് പോയാൽ അവർ സൈഡിലിരുന്നിട്ട് സിഗരറ്റ് വലിച്ചിട്ട് തമാശ പറഞ്ഞിട്ട് ഇരുന്നിട്ട് സമയം കളയുന്ന തൊഴിലാളികളുണ്ടോ? അവർ മുതലാളിയെ വഞ്ചിക്കുന്നവരാ. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് കൃത്യമായ സമയമുണ്ട്. 6:30 മുതലോ 7 മണി മുതലോ പണി തുടങ്ങിയാൽ 3 മണിക്ക് കറക്റ്റ് അവസാനിപ്പിക്കുന്ന ജോലിക്കാരുണ്ട്. വരാൻ നേരം വൈകിയാലും നിർത്താൻ കൃത്യത പാലിക്കുന്ന ഒരുപാട് തൊഴിലാളികളെ കാണാം. എന്നാൽ നമുക്ക് അല്ലാഹു പൊരുത്തപ്പെട്ടു തന്ന ഈ ശമ്പളം, ഈ കൂലി, അത് ഹലാലാകണമെങ്കിൽ ഇത്ര സമയം ജോലി ചെയ്താലേ ഇത്ര രൂപ നിനക്ക് തരൂ
എന്ന് മുതലാളി നമുക്ക് നിർണയിച്ചു തന്നാൽ ആ സമയം പൂർണ്ണമായി ജോലി ചെയ്താൽ മാത്രമേ നിനക്ക് തരുന്ന കൂലി ഹലാലാവുകയുള്ളൂ. അതുകൊണ്ട് തൊഴിലാളികൾ അത് ശ്രദ്ധിക്കണം. എന്നാ മുതലാളിമാരോട് പറയട്ടെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വൈകുന്നേര സമയത്ത് ഈ തൊഴിലാളി ജോലി അവസാനിപ്പിച്ച് പോകുമ്പോൾ കൂലി പറഞ്ഞതിൽ നിന്നും കുറച്ചു കൊടുത്തിട്ട് വഞ്ചന നടത്തുന്ന മുതലാളിമാരുണ്ടോ? അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസിന് എതിരാണ്. അതുകൊണ്ട് തന്നെ ഏറ്റെടുത്ത കാര്യം കൃത്യമായി വിശ്വസ്തയോടുകൂടി ചെയ്യണം. വഅദാഉൽ അമാന, ഏത് കാര്യമായാലും അങ്ങനെ തന്നെയാണ്. അത് പുരുഷന്മാരെ കാര്യമായാലും സ്ത്രീകളെ കാര്യമായാലും നമുക്ക് അല്ലാഹു ഏൽപ്പിച്ചു തന്ന ഏറ്റവും വലിയ അമാനത്ത് ഏതാണ് ഉമ്മമാരെ? നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കളെ അല്ലാഹു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന ഒരു അമാനത്താണ്. അത് നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു തന്നതാണ്. ആ മക്കളെ കൃത്യമായി പരിപാലിക്കണം, അവർക്ക് വേണ്ടത് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, വസ്ത്രം മാറ്റി കൊടുക്കണം, ഇൽമു പഠിപ്പിച്ചു കൊടുക്കണം. അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ അമാനത്തിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾ വിജയിക്കണം. അതേ സ്ഥാനത്ത് കുട്ടി പോകുന്ന വഴിയിൽ പോകട്ടെ എന്ന് കരുതി വിടാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഈ മക്കൾ വളർന്നു വലുതായി തോന്നിവാസിയായാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടവരും മാതാപിതാക്കളാണ്. അതുകൊണ്ട് ഏറ്റെടുത്ത നമ്മളെ വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു ഏൽപ്പിച്ച അമാനത്ത് അതൊക്കെ കൃത്യമായി നമ്മൾ പൂർത്തിയാക്കി വീട്ടണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. മൂന്നാമത്തെ ഉപദേശം ഏതാണ്? വഹിഫുൽ ജാർ, അയൽവാസിയെ ശല്യം ചെയ്യാതെ നല്ല രൂപത്തിൽ അവരോട് പെരുമാറുക. നമ്മുടെ അയൽവാസി ആരാണെങ്കിലും ശരി, അത് മുസ്ലിമെന്ന് ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. മുസ്ലിമായാലും ഹൈന്ദവനായാലും ക്രിസ്ത്യനായാലും ബുദ്ധനായാലും നിരീശ്വരവാദിയായാലും മതമില്ലാത്ത ആളുകളായാലും മതമുള്ള ആളുകളായാലും നമ്മുടെ അയൽവാസിയായി ആര് ജീവിക്കുന്നുവോ അവരോട് നല്ല ബന്ധത്തിലായിരിക്കണം നമ്മുടെ ബന്ധം പുലർത്തേണ്ടത്. ഒരിക്കലും അവരെ വിഷമിപ്പിക്കുന്ന ശൈലി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടാ. സഹ്ൽ ബിൻ തുർസി റളിയല്ലാഹു അൻഹു ഒരു വലിയ മഹാനായിരുന്നു. മഹാനവരുടെ അയൽവാസി ഒരു ജൂതനായിരുന്നു. അങ്ങനെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അതേ സ്വന്തം അയൽവാസിയായ ജൂതന്റെ വീട്ടിൽ നിന്ന് ടോയ്ലറ്റിലേക്ക് പുറപ്പെടുന്ന പൈപ്പ് അത് മഹാനായ സഹ്ൽ റളിയല്ലാഹുവിന്റെ വീട്ടുമുറ്റത്ത് കൂടെയാണ് പാസ് ചെയ്യുന്നത്. മഹാനവരുടെ മുമ്പിലൂടെ പോകുന്ന ടോയ്ലറ്റിന്റെ പൈപ്പ് പൊട്ടിയിട്ട് ജലം മുഴുവനും മഹാനായ സഹ്ൽ റളിയല്ലാഹുവിന്റെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഒഴുകുമ്പോ ആ പരാതി ജൂതനോട് പറയാതെ സഹ്ൽ റളിയല്ലാഹുവിന് രാത്രിയായി കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന മലിനജലം കൃത്യമായി അടിച്ചു വൃത്തിയാക്കി അതിൻ്റെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇങ്ങനെ മഹാനവറുകൾ ജീവിക്കുകയാണ്. അങ്ങനെ സഹ്ൽ റളിയല്ലാഹുവിന് രോഗബാധിതനായി മരിക്കുന്ന രോഗത്തിലെത്തിയപ്പോ സഹ്ൽ റളിയല്ലാഹു തന്റെ അയൽവാസിയായ ജൂതനെ വിളിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ജൂതനായ അയൽവാസി വന്നപ്പോ സഹ്ൽ തങ്ങൾ പറയാണ്, പ്രിയപ്പെട്ട കൂട്ടുകാരാ, വളരെ പ്രായം ചെന്ന് ഞാൻ മരണത്തിന്റെ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ്. നീണ്ട വർഷം ഞാൻ നിങ്ങളോടൊപ്പം അയൽവാസിയായി ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പരാതി നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാ ഞാൻ മരിക്കുന്ന ഘട്ടമെത്തിയപ്പോൾ ഈ വിഷയം ഞാൻ പറയാതെ പോയാൽ ഞാൻ ക്ലിയർ ചെയ്ത് പോയതുപോലെ എൻ്റെ കുടുംബവും എൻ്റെ മക്കളും ഇത് സഹിക്കുമോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ജൂതനായ അയൽവാസിയുടെ ചോദ്യമാണ്, എന്താണ് സഹ്ൽ തങ്ങളെ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലേക്കൊന്ന് നോക്കൂ. അതേ കാണുന്നു അദ്ദേഹത്തിൻ്റെ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന ഒരു പൈപ്പിൻ്റെ ലൈന് പോകുന്നത്. സഹ്ൽ റളിയല്ലാഹു
അൻഹുവിന്റെ വീടിന്റെ മുറ്റത്തുകൂടെയാണ്. ആ പൈപ്പിന് ലീക്ക് വന്നിട്ട് മലിനജലം പുറത്തേക്ക് വരുന്നു. ഇത് ജൂതനങ്ങ് കണ്ടപ്പോൾ വല്ലാത്ത വിഷമമായി പോയി. സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീണ്ട വർഷം ഞാനത് വൃത്തിയാക്കി, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ നിങ്ങളോടൊരു പരാതിയായി പറഞ്ഞിട്ടില്ല, അതൊക്കെ ക്ലിയർ ചെയ്തത് ഞാനായിരുന്നു. പക്ഷേ ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം ഇത് സഹിക്കുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം ഈ പരാതി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അറിയിക്കാതിരുന്നത്. ഇപ്പോൾ ഞാൻ അറിയിക്കുന്നത്, എൻ്റെ മരണം നടന്നു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം ചിലപ്പോൾ നിങ്ങളോട് വാക്ക് തർക്കത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ട്, നിങ്ങളെ ശകാരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞ് മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു ഈ ജൂതനായ അയൽവാസിയെ ഒന്ന് ഉപദേശിച്ചപ്പോ ആ ജൂതന്റെ ചോദ്യമാണ്, ഇത്രമാത്രം വലിയ കഷ്ടതകൾ സഹിച്ചിട്ട് നിങ്ങളതൊക്കെ സഹിച്ച് വൃത്തിയാക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച വസ്തു എന്താ? സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് എനിക്ക് തന്നൊരു ഗുണപാഠമുണ്ട്, ഒരു പാഠമുണ്ട്. അകിരിം ജാറക വലൗ കാന കാഫിറാ. അയൽവാസി അമുസ്ലിമാണെങ്കിൽ പോലും അവനെ ബഹുമാനിക്കണമെന്നാണ് എൻ്റെ ഹബീബ് പഠിപ്പിച്ചത്, അവനെ ബുദ്ധിമുട്ടിക്കണമെന്നല്ല. അതുകൊണ്ട് എൻ്റെ അയൽവാസി നിങ്ങൾ ജൂതനാണ്, പക്ഷേ എൻ്റെ ഹബീബിൻ്റെ പാഠം പഠിച്ചത് കൊണ്ട്, എൻ്റെ ഹബീബിൻ്റെ ഹദീസ് പഠിച്ച കാരണം കൊണ്ട് ഞാൻ നിങ്ങളോട് അതേ കാരുണ്യത്തോടെ പെരുമാറിയതാ. ഇതങ്ങ് പറയേണ്ട താമസം ജൂതനായ മനുഷ്യനതാ പറയുന്നു. ഇത്രമാത്രം കാരുണ്യം വർഷിപ്പിക്കുന്ന ഒരു മതമാണ് നിങ്ങളെ മതമെങ്കിൽ ആ മതത്തിലൊരു മെമ്പറായി തുടരാൻ ഞാനിതാ ആഗ്രഹിക്കുന്നു സഹൃദങ്ങളെ എന്ന് പറഞ്ഞ് അവിടെ വെച്ചുകൊണ്ട് മുസ്ലിമാവുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, ഒരു കാരണവശാലും നമ്മുടെ അയൽവാസിക്ക് നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവർത്തനം കൊണ്ടോ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിക്കൂടാ. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് വലിയ ശിക്ഷ ആഖിറത്തിൽ ലഭിക്കാൻ പോകുന്നുണ്ട്. ഞാൻ പരത്തിയ ഒന്നും പറയുന്നില്ല, വലിയൊരു സബ്ജക്റ്റാണ് ഈ അയൽവാസി ബന്ധമെന്ന് പറയുന്നത്. ഒരു 5 മണിക്കൂർ കിട്ടിയാൽ തന്നെ അതിൻ്റെ ചെറിയൊരു ഭാഗമേ പറയാൻ കഴിയൂ. അത്രയും വലിയൊരു സബ്ജക്റ്റാണ് അയൽവാസിയുമായിട്ടുള്ള ബന്ധം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്ത് മുഖറബായ മലിക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. അയൽവാസിയുടെ ഗുണങ്ങൾ എണ്ണി 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 പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അയൽവാസിയുടെ മഹത്വം പറഞ്ഞ് അവസാനം ജിബ്രീൽ അലൈഹിസ്സലാം നമ്മളെങ്ങാനും മരിച്ചാൽ ഒരു അനന്തരാവകാശം അയൽവാസിക്കും കൊടുക്കണമോ എന്നെങ്ങാനും പറയുമോ എന്ന് ഞാൻ പേടിച്ചു പോയി. അത്രമാത്രം അയൽവാസിയുടെ മഹത്വം പറഞ്ഞു മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പം അതിൻ്റെ ഗൗരവത്ര ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത്രമാത്രം മുത്തുനബിക്ക് അയൽവാസിയുടെ മഹത്വം പറഞ്ഞു കൊടുത്തു. അള്ളാഹു നമുക്ക് അയൽവാസികളോട് നല്ല ബന്ധം പുലർത്തി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. എപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ചിലപ്പോൾ നമ്മൾക്ക് കുടുംബം ഇഷ്ടം പോലെ ഉണ്ടാവും, മക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ പെമ്മക്കളൊക്കെ കെട്ടിച്ചയച്ചു, ആ മക്കളൊക്കെ വളരെ ദൂരദിക്കിൽ വീടെടുത്ത് താമസിച്ചു. നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഈ അയൽവാസികൾ മാത്രമായിരിക്കും. ചിലപ്പോൾ കുടുംബ ബന്ധമുള്ള അയൽവാസിയായിരിക്കും, അല്ലെങ്കിൽ കുടുംബ ബന്ധമില്ലാത്ത അയൽവാസികളായിരിക്കും. അവരോട് നമ്മൾ നല്ല ബന്ധം പുലർത്തിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ആദ്യം ഓടി വരിക ആരായിരിക്കും? നമ്മുടെ അയൽവാസിയായിരിക്കും, അല്ലേ? നമ്മൾ കുടുങ്ങിയിട്ട് രാത്രി നട്ടപ്പാതിര സമയത്ത് 2 മണിക്ക് ഉപ്പാക്ക് നെഞ്ചുവേദന അങ്ങ് തുടങ്ങി, ഒരു ഗത്യന്തരമില്ല. മകൾ കുറേ ദൂരെയാണ്, മകൾക്ക് വിളിച്ചപ്പോൾ പറഞ്ഞ് ഈ രാത്രി
ഒന്നും വരാൻ എന്നോട് കഴിയൂല. മകനെ വിളിച്ചപ്പോൾ പറഞ്ഞ് എത്രയായിട്ടും ഫോൺ എടുക്കണില്ല. അവസാനം തൊട്ടടുത്തുള്ള അയൽവാസിയെ വിളിച്ചു. അവർ വാസുദേവനാണ്. വാസുദേവൻ്റെ വീട്ടിൽ കതക് പോയി മുട്ടിയിട്ട് പറഞ്ഞു, എൻ്റെ ഉപ്പാക്ക് വേദനയാണ്, നെഞ്ചുവേദന, എന്ത് ചെയ്യും? അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉപ്പനെ കയറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ തൊട്ടയൽവാസിയായ ഹൈന്ദവനായ സഹോദരനാണ്. അപ്പോൾ ഹൈന്ദവനായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും നല്ല ബന്ധം പുലർത്തിയാൽ അത് നമുക്ക് എന്നും നേട്ടമായിരിക്കും. നമ്മുടെ കുടുംബത്തിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ആ നാട്ടുകാരോടൊന്നും ചോദിക്കേണ്ട, അയൽവാസിയോട് പോയി ചോദിച്ചാൽ മതി. എങ്ങനെയാണ് ആ വീട്ടുകാരുടെ സ്വഭാവം, അവർ നല്ലോണം പറഞ്ഞു തരും. അപ്പം നമ്മുടെ കുടുംബ ബന്ധം അഥവാ അയൽവാസി ബന്ധം ചേർക്കുന്നതിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫഇന്ന അദൽ ജാർ യംഹുൽ ഹസനാത്. അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നവൻ്റെ സൽക്കർമ്മങ്ങൾ അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. നമ്മൾ ചിലപ്പോൾ നല്ലോണം നിസ്കരിക്കുന്ന ആളുകളായിരിക്കും, കൊല്ലം ഹജ്ജിന് പോകുന്നവരായിരിക്കും, ഉംറക്ക് പോകുന്നവരായിരിക്കും, വലിയ വലിയ മജ്‌ലിസുകളിലൊക്കെ വലിയ സംഭാവനകൾ കൊടുക്കുന്നവരായിരിക്കും, സ്വതക്കകളൊക്കെ പെരുപ്പിക്കുന്നവരായിരിക്കും, ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരായിരിക്കും, ധാരാളം ദിക്റുകൾ ചൊല്ലുന്നവരായിരിക്കും, പരിശുദ്ധ ഖുർആനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഖത്മ് തീർക്കുന്നവരായിരിക്കും. പക്ഷേ നീ നിന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവളാണോ? അയൽവാസിക്ക് നിന്നെ കൊണ്ട് ശല്യമാണോ? ഫഇന്ന അദൽ ജാർ യംഹുൽ ഹസനാത്. നീ എന്ത് വലിയ ആചാരായിട്ടും കാര്യമില്ല, നിന്റെ സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. അത്രയും വലിയ കാര്യമാണ് അയൽവാസി ബന്ധം. അതുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത വളരെ വിലപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന് സിദ്ഖുൽ ഹദീസ്, സത്യം മാത്രം പറയണമെന്നുള്ള ഒന്നാമത്തെ മുത്തുനബിയുടെ ഉപദേശം. വഅദാഉൽ അമാന, വിശ്വസ്തയോടുകൂടി അമാനത്ത് വീട്ടണമെന്നുള്ള രണ്ടാമത്തെ നിർദ്ദേശവും. മൂന്നാമത്തെ വഹിഫുൽ ജാർ, അയൽവാസിയെ നല്ലവണ്ണം പരിഗണിക്കണമെന്ന ഈ 3 ഉപദേശം എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരുടെയും ഉപ്പമാരുടെയും മുമ്പിൽ ഞാൻ വെക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, ആദ്യം എൻ്റെയും പിന്നെ നിങ്ങളുടെയും ജീവിതത്തിൽ ഇതൊക്കെ പകർത്തിയിട്ട് നമ്മളൊരു നല്ല മുസ്ലിമായി ജീവിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതാണ് ഈ നീണ്ട 23 വർഷത്തെ പ്രബോധനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമുദായത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. മൗലായ സ്വല്ലി വസല്ലിം ദായി. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ഖസീദത്തുൽ ബുർദ എഴുതി മഹാനവറുകൾ അവസാനം എഴുതിയൊരു വരിയാണിത്. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ. നബിയെ, എൻ്റെ വിവരമനുസരിച്ച്, എനിക്കുള്ള വിവരമനുസരിച്ച് തങ്ങളെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളൊരു മനുഷ്യനാണ്. അഥവാ നബി തങ്ങൾ സാധാരണ മനുഷ്യനാണെന്നല്ല, നിങ്ങളൊരു മനുഷ്യ പ്രകൃതിയുള്ള ആളാണ്, ജിന്നല്ല മലക്കല്ല എന്നർത്ഥത്തിനാണ്. തങ്ങളൊരു മനുഷ്യനാണെന്ന് പറയാൻ മാത്രമേ എന്നെക്കൊണ്ട് കഴിയുള്ളൂ. ഈ വരി ഇത്രയും എഴുതിയിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മയങ്ങിപ്പോയി. പിന്നെ എഴുതാൻ കിട്ടുന്നില്ല. എന്ത് വരി പൂർത്തിയാക്കേണ്ടത് എന്ത് എഴുതിയിട്ടാണെന്ന് മഹാനവറുകൾക്ക് തിരിയുന്നില്ല. ആ സമയത്ത് മനാമിൽ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് ഇമാം ബൂസൂരി തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, ബൂസൂരി, അതിൻ്റെ ബാക്കി നിങ്ങൾ എഴുതിക്കോളൂ. വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും ഏറ്റവും വലിയ ഖൈറുള്ളയാളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വരി എഴുതിയിട്ട് ബൈത്ത് പൂർത്തീകരിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംഗീകാരം കിട്ടിയ ഖസീദയാണ് ഖസീദത്തുൽ ബുർദ.
അത് രചിക്കാനുള്ള കാരണം എന്താണ്? ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു തളർവാദം പിടിപെട്ടു. മഹാനവറുകൾ ആദ്യം കൊട്ടാര കവിയായിരുന്നു. രാജാക്കന്മാർക്ക് ജാക്കി വെച്ചിട്ട് പാട്ട് പാടുന്ന ആൾ. അതാണ് ഈ കൊട്ടാര കവി എന്ന് പറഞ്ഞാൽ. രാജാക്കന്മാർക്ക് ഇല്ലാത്ത മഹത്വം ഇങ്ങനെ എടുത്തു വരാം. നമ്മളില്ല ചില ആചാര്യന്മാർ ഒരു പൈസയും കൊടുക്കൂല, അപ്പോൾ ഓരങ്ങനെ ആചാരെ കൊണ്ടാണ് ഈ മദ്രസ നടക്കുന്നത്, ഈ ആചാരെ കൊണ്ടാണ് ഈ നാട് മുഴുവൻ നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആചാരം എന്ത് ചെയ്യും? നിങ്ങളൊരു 10,000 രൂപ കൊടുക്കുക, ഞാൻ കൊടുത്തോളാം അറിയും. ജാക്കിയാണത്. അത് ചില ആളുകളെ സംബന്ധിച്ച് ചില ഉസ്താദന്മാരൊക്കെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ചില നാട്ടിലങ്ങനെയാണ്. അതെന്തിനാണ്? പൊക്കി പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? പിന്നെ പറ്റി ഒരാൾ ഇങ്ങനെ പറയണം എനിക്ക് എന്തോ ഇഷ്ടീകാരം, അത് പിന്നെ ഒരാളെ കുറിച്ച് മോശമാക്കി പറയാൻ എന്തൊരു അടങ്ങറാണ്. അപ്പോൾ ഈ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിൻ്റെ ആദ്യകാല സ്വഭാവം, മഹാനവറുകൾ കൊട്ടാര കവിയായിരുന്നു. അങ്ങനെ കവിത ചെയ്തു. ഒരു രാജാവിനെ കിട്ടിയാൽ മതി, അദ്ദേഹത്തിന് ഇങ്ങനെ വർണ്ണിച്ച് കവിത പാടി ഇങ്ങനെ. അങ്ങനെ മഹാനവറുകൾ ഒരു ദിവസം മഹാനവറുകൾക്ക് ഒരു തോന്നുകയാണ്, ഞാനിങ്ങനെ ഈ രാജാക്കന്മാരൊക്കെ പാടി പറഞ്ഞ് എൻ്റെ ജീവിതമാണ് കഴിഞ്ഞാൽ എന്ത് കാര്യം എനിക്ക് ആഖിറത്തിൽ കിട്ടാനുണ്ട്. അങ്ങനെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവിത എഴുതാൻ വേണ്ടി മഹാനവറുകൾ തീരുമാനിച്ചു. ഒരുപാട് കവിതകൾ ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു തങ്ങൾക്കുണ്ട്. അങ്ങനെ രോഗം പിടിപെട്ടപ്പോഴാണ് ഈ ബുർദ എന്ന പേരിലുള്ള ഖസീദത്തുൽ ബുർദ എന്ന പേരിലുള്ള ഈ കവിത രചന തുടങ്ങിയത്. മഹാനവറുകൾ രചന തുടങ്ങി എഴുതി ഒക്കെ പൂർത്തിയാക്കിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രാത്രിയിൽ തന്നെ വരുന്നു. പൂർത്തിയാക്കി അന്നത്തെ രാത്രിയിൽ തന്നെ തങ്ങൾ വന്നു. ഇമാം ബൂസൂരി തങ്ങൾ അതൊക്കെ പാടിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തളർന്നു കിടക്കുന്ന ഇമാം ബൂസൂരി തങ്ങളെ ചാരത്തേക്ക് വരുന്നത് ഒരു ബുർദയായിട്ടാണ്, ഒരു പുതപ്പുമായിട്ടാണ്, അല്ലെങ്കിൽ മുത്തുനബിയുടെ ചുമലിലുള്ള ഷാളുമായിട്ടാണ് വരുന്നത്. മുത്തുനബി ഇമാം ബൂസൂരി തങ്ങൾക്ക് ആ ചുമലിലുള്ള ഷാൾ എടുത്തിട്ട് തളർന്നു കിടക്കുന്ന മഹാനവരുടെ ശരീരത്തേക്ക് ഇങ്ങനെ വിരിച്ചു കൊടുത്തു, പുതച്ചു കൊടുത്തു. ബുർദ എന്ന് പറഞ്ഞ പുതപ്പ് എന്നാണ്. അങ്ങനെ ആ പുതച്ചു കൊടുക്കലോടുകൂടി ഇമാം ബൂസൂരി തങ്ങളുടെ തളർവാദം മാറി മഹാനവറുകൾ എഴുന്നേറ്റുന്നു എന്നാണ് ചരിത്രമുള്ളത്. ആ ഇമാം ബൂസൂരി തങ്ങളുടെ അംഗീകാരം, മുത്തുനബിയുടെ അംഗീകാരം കിട്ടിയ മഹാനാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു കൊണ്ടുവരുന്നത്, അപ്പോൾ മഹാനവറുകൾ പറഞ്ഞത്, ഞാനൊരു വരി പൂർത്തീകരിക്കാൻ കുടുങ്ങിയപ്പോൾ അവിടെ കടന്നു വന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഹബീബായ തങ്ങൾ ഒരിക്കലും സാധാരണ മനുഷ്യനല്ല. മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശരി യാഖൂതു ഹാജറുൻ ലാ കൽ ഹാജരി. മുഹമ്മദ് നബി മനുഷ്യനാണോ? അതേ മനുഷ്യനാണ്, മനുഷ്യ പ്രകൃതിയുള്ള ആളാണ്, എന്നാൽ സാധാരണ മനുഷ്യനല്ല. ഏതുപോലെ യാഖൂത്ത് ഹജറുൻ, യാഖൂത്ത് എന്ന് പറയുന്ന മാണിക്യം അതൊരു കല്ലാണ്, യാഖൂത്ത് ഹജറാണ്, കല്ലാണ്. പക്ഷെ ലാക്കൽ ഹജരി, അത് സാധാരണ നമ്മുടെ നാട്ടിൽ റോട്ടിൽ കാണുന്ന, പറമ്പിൽ കാണുന്ന കല്ല് പോലെയുള്ള കല്ലല്ല, വിലമതിക്കാൻ കഴിയാത്ത കല്ലാണ്. അതുപോലെ തന്നെയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് ബിദ്അത്തുകാരൻ പറയുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നബി തങ്ങൾക്ക് എത്ര മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? മുത്തുനബി സാധാരണക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, ഹബീബായ തങ്ങൾക്ക് മരങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ട്, കല്ലുകൾ സലാം പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ബിദ്അത്തുകാരന്, ഏതെങ്കിലും ഒരു മൗലവിക്ക് എവിടെങ്കിലും വെച്ചുകൊണ്ട് കല്ല് സലാം പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു മൗലവിക്ക് മരങ്ങൾ സലാം പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. വൽ വഹ്ശു വൽ അശ്ജാറു കസ്സജദത് ലഹു വഅലൈഹി ഖസ്സല്ലംനാ ബഅദ തശഹുദി. ഹബീബായ തങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ടൊക്കെ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞത് കേൾക്കുന്നു. നബി തങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. അത് കല്ല് മുത്തുനബിക്ക് സലാം പറഞ്ഞതായിരുന്നു. മുത്തുനബി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും സലാം പറയുന്നു. അതാരുടെ ശബ്ദമാണ്? മരത്തിൻ്റെ ശബ്ദമാണ്. അതുകൊണ്ടല്ലേ നബി തങ്ങൾ പറഞ്ഞത്, ഇന്നീല
അരിഫു ഹജറൻ, എനിക്കൊരു കല്ലിനെ മക്കയിൽ അറിയാം. ആ കല്ലിൻ്റെ സ്വഭാവം എന്താണ്? എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ യുബ്അസാ, ഞാൻ പ്രവാചകനായി പുറത്തേക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ, അഥവാ എനിക്ക് 40 വയസ്സ് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ എനിക്ക് സലാം പറയുന്ന കല്ലുകൾ മക്കയിലുണ്ടായിരുന്നു, മദീനയിലുണ്ടായിരുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബിത്തങ്ങളെ കണ്ടാൽ സലാം പറയുന്ന കല്ല് മക്കയിലുണ്ടായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്തേക്ക് അയറാബി വരുന്നു. പുതിയ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്നതാണ്. അയറാബി വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു, എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും കൂടി വിശ്വാസത്തിലൊരു ഉറപ്പ് കിട്ടാൻ എന്തെങ്കിലും ഒരു മുഅ്ജിസത്ത് കാണിച്ചു തരണം നബിയേ. അപ്പം നബി തങ്ങൾ ചോദിച്ചു, എന്ത് മുഅ്ജിസത്താണ് നിങ്ങൾക്ക് കാണേണ്ടത്? ഏതായാലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മുഅ്ജിസത്ത് പറഞ്ഞോളൂ. അയറാബി പറഞ്ഞു, ആ കാണുന്ന മരം നബിയെ, ആ മരം നബി തങ്ങളെ അടുക്കലേക്ക് ഇങ്ങനെ വരുന്നത് എനിക്കൊന്ന് കാണണം. ഉസ്താദിൻ്റെ മുമ്പ് വന്നാണ്ട് ആ സാധനം ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക? ഇന്ന് പോയിക്കോ, നാളെ വിവരം പറയാമെന്ന് പറയും. നമുക്ക് അതിനുള്ള മുഴുസത്തല്ലേ ഉള്ളൂ. ഒരു വണ്ടിയാണ് നമുക്ക് പറയാം, ഉന്തി കൊണ്ടിട്ടത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അയറാബി വന്നിട്ട് പറഞ്ഞു, വേരുറച്ചു പോയ വൃക്ഷം നിങ്ങളെ മുമ്പിലേക്ക് നടന്നു വരുന്നത് ഞാനൊന്ന് കാണട്ടെ നബിയെ. എനിക്കൊന്ന് ഉറപ്പാകാൻ വേണ്ടിയാണ്, ഈമാൻ ഒന്നും കൂടി ദൃഢമാവാൻ വേണ്ടിയാണ്. നബിത്തങ്ങൾ പറഞ്ഞു, ആ മരത്തിൻ്റെ അടുക്കലേക്ക് നീ തന്നെ പോണം, എന്നിട്ട് പറയണം, മുഹമ്മദുർ റസൂലുള്ളാഹ് യദ്ഊക്, മുഹമ്മദ് നബി നിന്നെ വിളിക്കുന്നുണ്ട് എന്ന് നീ ആ മരത്തിൻ്റെ അരികിൽ പോയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അത്രമാത്രം ബസ്, അല്ല വേറൊന്നുമില്ല. ഈ അയറാബിയായ മനുഷ്യൻ വൃക്ഷത്തിൻ്റെ ചാരത്ത് പോയിട്ട് പറഞ്ഞു, യദ്ഊക റസൂലുള്ളാഹ്. ഇത് കേൾക്കേണ്ട താമസം വൃക്ഷം, അഥവാ നമ്മളുണ്ടല്ലോ ഒരു സ്ഥലത്തുനിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി അന്ന് ആടി ഉലയുന്നത് പോലെ വേരുകളൊക്കെ ഒന്ന് ഇറക്കി പറിച്ചിട്ട് മുത്തുനബിയുടെ മുമ്പിലേക്ക് മരം വരുന്നു. ഇമാം ബുസൂരി തങ്ങൾ രേഖപ്പെടുത്തുന്നു, അസ്ജാറു സാജിദതൻ തംശി ഇലൈഹി ഇലാ സാഖിൻ ബിലാ ഖദമി മൗലായ സ്വല്ലി വസല്ലിം. മുത്തുനബിയുടെ ക്ഷണം കിട്ടിയപ്പോ അസ്ജാറു സാജിദതൻ, ആ മരം അവിടെ നിന്ന് നബിത്തങ്ങളെ മുമ്പിലേക്ക് വന്ന് സുജൂദിലായി വരികയാ. മുത്തുനബിയുടെ മുമ്പിൽ അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ വന്ന് നിൽക്കുകയാണ്. മുത്തുനബിയുടെ ചോദ്യം അയറാബിയോട്, മതിയായോ, നിനക്ക് ബോധ്യപ്പെട്ടോ? അയറാബിക്ക് സന്തോഷമായി, ബോധ്യപ്പെട്ടു നബിയെ, ഇനി എന്ത് വേണം? ഇനി അവിടെ തന്നെ പോയി നിന്നോട്ടെ ആ മരം. നബിത്തങ്ങൾ പറഞ്ഞു, എന്നാ മരത്തിനോട് അങ്ങോട്ട് പോയി നിൽക്കാൻ നീ തന്നെ പറഞ്ഞോളൂ. അയറാബി പറയേണ്ട താമസം നീങ്ങി നീങ്ങി അവിടെ തന്നെ പോയി നിൽക്കുന്നു. ഇതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത്. ഈ മുഅ്ജിസത്തിനെ നിഷേധിക്കുന്ന പുത്തൻവാദി, അവനിക്ക് ഏറ്റവും വിഷമമുള്ള സമയം റബീഉൽ അവ്വൽ മാസമാണ്. ഇബ്ലീസ് ഏറ്റവും കൂടുതൽ ആർത്തട്ടഹസിച്ച ചില സംഭവങ്ങൾ കിതാബിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച സമയമാണ്. വാനലോകത്ത് വെച്ചുകൊണ്ട് പിശാചുക്കൾ മുഴുവനും ആർത്ത് അട്ടഹസിച്ച സമയമാണ് ഈ മുത്തുനബി ജനിച്ച സമയം. കാരണം സഹിക്കാൻ കഴിയൂല. അതേമാതിരി തന്നെ ഇപ്പോഴത്തെ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ ആ മുജാഹിദുകൾക്ക് മുഴുവൻ ഹാലിളകല്. അതെന്താ? പണ്ട് ഇബ്ലീസ് കാണിച്ചു തന്ന അതേ മാതൃക ഇന്ന് ഇവിടെയുള്ള മൗലവിമാർ കാണിക്കുകയാണ്. നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മുത്തുനബിയുടെ ഒരുപാട് മുഅ്ജിസത്തുകൾ ഇഷ്ടം പോലെ പറയാണ്ട്. ഹബീബായ തങ്ങളുടെ വിരലിൻ്റെ ഇടയിലുള്ള വെള്ളം വന്നിട്ടില്ലേ? ആയിരക്കണക്കിന് സ്വഹാബത്ത് കുളിച്ചിട്ടില്ലേ? അവരുടെ ഒട്ടകങ്ങളും അവരുടെ മൃഗങ്ങളൊക്കെ കുടിക്കാൻ ഉപയോഗിച്ചിട്ടില്ലേ? ഒരു കൈയിൻ്റെ വിരലിലൂടെ ആയിരക്കണക്കിന് മൃഗങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം എവിടെ നിന്ന് വന്നു? ഇതാണ് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ.
ഹബീബായ തങ്ങളുടെ കയ്യിൽ ചരൽക്കല്ല് വാരി പിടിച്ചാൽ ആ ചരൽക്കല്ല് തസ്ബീഹ് ചൊല്ലുന്നു. മുത്തനബി മാത്രമല്ല, കൂടെയുള്ള സ്വഹാബത്തിന് കേൾപ്പിച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ചരൽക്കല്ല് തസ്ബീഹ് ചൊല്ലുന്നത് കഴിയുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് മാജിക്കിലൂടെങ്കിലും കഴിയോ? ഇല്ല. ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. തങ്ങളെ മഹത്വം പറയാൻ തുടങ്ങിയാൽ തീരുമോ? ചേരമാൻ പെരുമാൾ ഹബീബായ തങ്ങളെ തെരഞ്ഞു പോകാനുള്ള കാരണം എന്താണ്? മക്കയിൽ വെച്ചുകൊണ്ട് അബൂജാഹിൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, വിശ്വസിക്കണമെങ്കിൽ ആ മാനത്തെ അമ്പിളിയെ 2 പിളർപ്പായി കാണിച്ചെന്നാൽ മതി, എന്നാ വിശ്വസിക്കാം. ഓൻ്റെ ചാരം നടക്കൂലാന്നാ. റസൂലുള്ളാഹി തങ്ങൾ ചൂണ്ടുവിരൽ ഇങ്ങനെ വരച്ചിട്ടേ ഉള്ളൂ, മാനത്തെ അമ്പിളി 2 പിളർപ്പായി മാറിക്കൊടുത്തു. ഇത് കണ്ടിട്ടാണ് കേരളത്തിൽ നിന്ന് അന്ന് രാജ്യം ഭരിച്ചിരുന്ന കൊടുങ്ങല്ലൂരെ രാജാവ് ചേരമാൻ പെരുമാൾ ഇവിടുന്ന് മക്ക ലക്ഷ്യമാക്കി പോവുകയും ഹബീബായ തങ്ങളെ കാണുകയും ഹബീബായ തങ്ങളെ കണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും താജുദ്ദീൻ എന്ന പേര് വെക്കുകയും തിരിച്ചു വരുമ്പോൾ ഒമാനിലെ സലാലയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വഫാത്താവുകയും ചെയ്യുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത് സലാലയിലാണ്, ഒമാനിലെ സലാലയിലാണ്. ആ സലാല ഇന്ന് നമ്മുടെ കേരളം പോലെ പച്ചപ്പുള്ള നാടാണ് എന്ന് കണ്ടവരൊക്കെ പറയുന്നതായി കാണാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമാത്രം വലിയ നീതിനിഷ്ഠമായ ഭരണം നടത്തിയ നേതാവാണ്. ആ നേതാവിനെ അംഗീകരിക്കണമെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചത്. മുത്തുനബിയെ സ്നേഹിക്കണമെന്നാണ് മുത്തുനബി തന്നെ പഠിപ്പിച്ചത്. ഖുർആനിൽ അതിൻ്റെ തെളിവാണ് ഇന്നല്ലാഹ വ മലായികത്തു എന്ന് പറയുന്ന ആയത്ത്. കാരണം അള്ളാഹു മുത്തുനബിക്ക് ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ മലക്കുകൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. സത്യവിശ്വാസികളെ, നിങ്ങളും അള്ളാഹിൻ്റെ ഹബീബിന് വേണ്ടി സ്വലാത്ത് ചെല്ലണമെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ലോകത്ത് എത്രമാത്രം ഇബാദത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരൊറ്റ ഇബാദത്ത് പോലും അള്ളാഹും റസൂലും ചെയ്യുന്നത് കൊണ്ട് നിങ്ങളും ചെയ്യണമെന്ന് ഒരു ഇബാദത്തിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അള്ളാഹ് നിസ്കരിക്കുന്നുണ്ട്, മലക്കുകൾ നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും നിസ്കരിച്ചോളൂ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അള്ളാഹ് നോമ്പ് നോൽക്കുന്നുണ്ട്, മലക്കുകൾ നോമ്പ് നോൽക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നോമ്പനുഷ്ഠിച്ചോളൂ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അള്ളാഹ് സ്വതക്ക കൊടുക്കുന്നുണ്ട്, മലക്കുകൾ സ്വതക്ക കൊടുക്കുന്നുണ്ട്, നിങ്ങളും സ്വതക്ക കൊടുത്തോളൂ അള്ളാഹ് പറഞ്ഞിട്ടില്ല. അള്ളാഹ് പറഞ്ഞ ഒരേ ഒരു കാര്യം, എൻ്റെ ഹബീബിൻ്റെ പേരിൽ ഞാനും എൻ്റെ മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്, അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. ഇദയ്യക്ഫീക ഹമ്മുദ്ദുനിയാ വഹമ്മുൽ ആഖിറ. സ്വലാത്ത് കാരണം നിന്റെ ദുനിയാവിലെ ടെൻഷനും ആഖിറമാകുന്ന ലോകത്തെ ടെൻഷനും നിനക്ക് മാറ്റിത്തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്തിൻ്റെ പവർ ഹബീബായ തങ്ങളെ പവറാണ്. എന്നാൽ നോക്കൂ, നിങ്ങൾ നിസ്കരിക്കണമെങ്കിലുള്ള ഒരു ഷർത്തും സ്വലാത്ത് ചെല്ലാനില്ല. ഹജ്ജ് ചെയ്യുമ്പോഴുള്ള ഒരു നിബന്ധനയും സ്വലാത്ത് ചെല്ലാനില്ല. നിങ്ങൾ നോക്കൂ, എല്ലാ ഇബാദത്തുകൾക്കും എന്തെങ്കിലും നിബന്ധന പറഞ്ഞിട്ടുണ്ടാവും. ഉദാഹരണം പറയാം, നിസ്കാരം അല്ലേ? ഒരാൾ നിസ്കരിക്കണമെങ്കിൽ ആദ്യം ചെയ്യണം, വുളൂ ചെയ്യണം. അതിൻ്റെ മുമ്പ് വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ വലിയ അശുദ്ധിയിൽ അവന് ഒഴിവാകണം, എന്നിട്ട് വുളൂ ചെയ്യണം. അതുപോലെ നിസ്കാരത്തിന് ഷർത്തുണ്ട്, ഫർളുണ്ട്, വുളൂവിനുണ്ട് ഷർത്തുണ്ട്, ഫർളുണ്ട്, സുന്നത്തുണ്ട്. ഈ ഷർത്തുകളൊക്കെ പാലിച്ച് റെഡിയായി കിബിലയിലേക്ക് അഭിമുഖമായി നിന്ന് ഔറത്ത് മറച്ച് ആ പറഞ്ഞ നിബന്ധനകൾ പാലിച്ച് മാത്രം ചെയ്താലേ നിസ്കാരം സ്വഹിയാവുകയുള്ളൂ. ഒരു ഹജ്ജിന് പോകുന്നവൻ അങ്ങനെയല്ലേ? എന്തെല്ലാം നിയമങ്ങളുണ്ട്. എന്നാൽ സ്വലാത്തിന് എന്തെങ്കിലും നിയമമുണ്ടോ? വുളൂ വേണമെന്ന് നിയമമുണ്ടോ? ശുദ്ധി വേണമെന്നുള്ള നിയമമുണ്ടോ? എഴുന്നേറ്റിരിക്കണമെന്ന നിയമമുണ്ടോ? കിബിലയിലേക്ക് തിരിയണമെന്ന നിയമമുണ്ടോ? അല്ലെങ്കിൽ നിയത്ത് വേണമെന്ന നിയമമുണ്ടോ? ഒരു നിയമവുമില്ല. എങ്ങനെ നിങ്ങൾ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ചാരത്തേക്ക് മലക്ക് എത്തിച്ചു കൊടുക്കുന്നു. ആദവനാട് പൊന്നാണ്ടിക്കുളമ്പിൽ വെച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ മകൻ അഹമ്മദ് അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയേ. മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയേ.
രേഖ സൂക്ഷിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് അതാർക്കും കൊടുക്കാത്ത രേഖയാണ്. ഈ അടിമ ഇനി ആഖിറത്തിൽ വരുന്ന കുടുങ്ങുന്ന ഘട്ടം വരുമ്പോ ഹബീബായ തങ്ങൾ വരുന്നു. ചെറിയൊരു മെമ്മറി കാർഡ് വലുപ്പത്തിലുള്ള ഒരു ഷീട്ട് കൊണ്ടുവന്നിട്ട് നരകത്തിലേക്ക് വിധിക്കപ്പെട്ട അടിമയുടെ തുലാസിന്റെ അതേ നന്മയുടെ ഭാരത്തിന്റെ തട്ടിൽ വെക്കുമ്പോ അദ്ദേഹത്തിന്റെ നന്മയുടെ തട്ട് തൂങ്ങിയിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ ഈ മനുഷ്യന്റെ ചോദ്യമാണ്, ഇത്രമാത്രം നരകത്തിലേക്ക് വിധിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന എന്നെ സ്വർഗത്തിന്റെ തട്ടിലേക്ക് അഥവാ മീസാൻ എന്ന തുലാസിന്റെ നന്മയുടെ ഭാരം തൂക്കിയിട്ട് ഒരു ചെറിയ കടലാസ് കഷ്ണം ഇട്ടിട്ട് എന്നെ സഹായിച്ച നിങ്ങളാരാണ്? അവിടുന്ന് പറയുന്നു, അന മുഹമ്മദുർ റസൂലുള്ളാഹ്. എൻ്റെ പേരിൽ ഒഴിവ് കിട്ടുമ്പൊക്കെ സ്വലാത്ത് ചൊല്ലിയിരുന്നില്ലേ? മജ്ലിസിലൊക്കെ പങ്കെടുത്ത് മൗലിദ് ചൊല്ലിയിരുന്നില്ലേ? ബുറുദ ചൊല്ലിയിരുന്നില്ല മോനെ? ആ നബി ഞാനാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്നനാ നർജൂ ഇലാ كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي الصلاة അതുകൊണ്ട് മുത്തുനബിയെ നല്ലോണം ഇഷ്ടം വെക്കുക. റബീഉൽ അവ്വൽ മാസം നമ്മൾ അതിന് ചിലവഴിക്കുക. എല്ലാവരും വീട്ടിൽ വെച്ചുകൊണ്ട് മൗലിദ് മജ്ലിസുകൾ സംഘടിപ്പിക്കാൻ കഴിയാത്തവർ വീട്ടിലുള്ളവരൊക്കെ കൂടിയിട്ട് ചൊല്ലുക. എന്നാലും ഹബീബിനോടുള്ള മഹബത്ത്, ഹബീബിനോടുള്ള ഇഷ്ഖ്, ഹബീബിനോടുള്ള ബന്ധം നമ്മൾ ഒരിക്കലും ഒഴിവാക്കിക്കൂടാ. ആ ബന്ധത്തിലൂടെ ആയിരിക്കണം നമ്മുടെ ജീവിതം, നമ്മുടെ മരണമൊക്കെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ ചെറിയൊരു സംഭവം ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് നിർത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇമാം സമർഖന്ദി റളിയല്ലാഹു അൻഹു ഒരു ചരിത്രം പറയാണ്. തംബീഉൽ ഗാഫിലീൻ എന്ന് പറയുന്നൊരു കിതാബുണ്ട്. ആ ഗ്രന്ഥത്തിലൊരു സംഭവം കൊണ്ടുവരികയാണ്. ഈ ചരിത്രം ഉദ്ധരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുത്തുനബിയുടെ എളാപ്പയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന യഹൂദിയും ബിശ്ശാം. ഷാമിൻ്റെ ഭാഗത്തൊരു ജൂതനായ ഒരു യഹൂദിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു സ്വഭാവമുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലും അദ്ദേഹം തൗറാത്ത് വായിക്കും. മൂസാ നബിക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ് തൗറാത്ത്. ആ തൗറാത്ത് ഈ യഹൂദിയായ മനുഷ്യനിങ്ങനെ വായിക്കും. അങ്ങനെ തൗറാത്ത് എല്ലാ ശനിയാഴ്ചയും ഇദ്ദേഹം വായിക്കാറുണ്ട്. അങ്ങനെ വായന തുടങ്ങി. ഓരോ പേജുകൾ മറിക്കുമ്പോഴും വവജദ നഅത റസൂലില്ലാഹ് വസിഫതുഹു ഫീ അർബഅതി മവാദിഅ. ഒരു പേജ് മറിച്ചിട്ട് തൗറാത്ത് ഇങ്ങനെ വായിച്ചപ്പോൾ ഒരൊറ്റ പേജിൽ തന്നെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ വിശേഷണം, തങ്ങളെ സംബന്ധിച്ച് 4 തവണ എഴുതിയത് ഈ യഹൂദിയായ മനുഷ്യൻ കാണുകയാണ്. ഇസ്ലാമിൽ വന്ന ആളല്ല, റസൂലുള്ളാഹിനെ അറിയുന്ന ആളുമല്ല, ഇസ്ലാമിൻ്റെ ശത്രുവാണ്. തൗറാത്തിൽ വെച്ചുകൊണ്ട് ഇതങ്ങ് വായിച്ചപ്പോ അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. തൗറാത്തിൽ മുത്തുനബിയുടെ പേര് എഴുതപ്പെട്ട ആ പേജ് പറിച്ചിട്ട് അദ്ദേഹം നല്ല രൂപത്തിൽ ചെറിയ കഷ്ണമായി കീറിയിട്ട് അത് കരിച്ചു കളയുകയാണ്. ദേഷ്യം കൊണ്ടാണ്, സ്നേഹം കൊണ്ടല്ല. അങ്ങനെ അദ്ദേഹം അത് ചെയ്തു. അങ്ങനെ സുമ്മഫി സബ്തിസാനി, 2ാമത്തെ ശനിയാഴ്ച വീണ്ടും അദ്ദേഹം തൗറാത്ത് വായിക്കാൻ തുടങ്ങി. വജദഹുമാ ഫീ സമാനിയത്തി മവാദിഅ. 2ാമത്തെ തവണ വായിച്ചപ്പോൾ 8 സ്ഥലത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ പേര് അദ്ദേഹം കണ്ടപ്പോൾ ആ പേജ് പറിച്ചിട്ട് അദ്ദേഹം കീറിക്കളയുകയാണ്. പിന്നെ അദ്ദേഹം അതിനെ കരിച്ചു കളയുകയാണ്.
മൂന്നാമത്തെ ആഴ്ചയും വായിക്കുകയാണ്. അങ്ങനെ മൂന്നാമത്തെ ശനിയാഴ്ച വായിച്ചപ്പോൾ 12 സ്ഥലത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ പേര് ഇദ്ദേഹം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് അടക്കാൻ കഴിയാത്ത ദേഷ്യം കൊണ്ട് ഈ 12 പേജുള്ള അതേ പേരുള്ള പേജും എടുത്ത് കീറിക്കളഞ്ഞു, കരിച്ചു കളഞ്ഞു. അങ്ങനെ 4-ാമത്തെ ശനിയാഴ്ച അദ്ദേഹം തൗറാത്ത് മറിക്കുകയാണ്. മറിച്ച സമയത്ത് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഓരോ ആഴ്ചയും ഞാൻ തൗറാത്ത് വായിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ലാത്ത, എനിക്ക് പരിചയമില്ലാത്ത മുഹമ്മദ് എന്ന പേരുള്ള ഈ വ്യക്തിയുടെ പേര് ഇത് കാണുന്ന സമയത്തൊക്കെ തൗറാത്ത് ഞാൻ കീറിക്കളയാൻ നിന്നാൽ അവസാനിക്കുമ്പോഴേക്ക് തൗറാത്ത് മുഴുവൻ തീർന്നു പോകുമല്ലോ. അതുകൊണ്ട് ഇത്രമാത്രം വലിയ മഹത്വത്തോടെ ഈ തൗറാത്തിൽ പേര് രേഖപ്പെടുത്തിയ ഈ മനുഷ്യനാരാണെന്ന് ഒന്ന് അന്വേഷിക്കണം. സാറത്തി തൗറാത്ത് കുല്ലുഹാ നഅ്തലഹു, ഞാനെങ്ങാനും ഈ തൗറാത്ത് കീറിക്കളയാൻ തുടങ്ങിയാൽ തൗറാത്ത് മുഴുവനും ഞാൻ കീറിക്കളയേണ്ടി വരും എന്ന് മനസ്സിലാക്കി അദ്ദേഹം തൗറാത്ത് എന്ന ഗ്രന്ഥം പൂട്ടിവെക്കുകയാണ്. എന്നിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളൊന്ന് അന്വേഷിച്ചിട്ടൊന്ന് മനസ്സിലാക്കണമെന്ന് കരുതിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ ജൂതന്മാരെ ചാരത്തേക്ക്, യഹൂദികളെ ചാരത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, മൻ മുഹമ്മദ്, ആരാണ് ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി? തൗറാത്ത് മറിച്ച് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുകൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ആരാണ് ഈ മുഹമ്മദ് എന്ന വ്യക്തി? അപ്പം മുശ്രിക്കായ ജൂതനായ മറ്റേ മനുഷ്യൻ പറയാണ്, ഹുവ കദ്ദാബ്, നല്ല നുണ പറയുന്നവനാണ്. ഖൈറുൽ ലക അല്ലാ തറാഹു വലാ യറാക, അവൻ നിന്നെയും കാണണ്ട, നീ അവനെയും കാണണ്ട, അവൻ കളവ് പറയുന്ന ആളാണ്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഉത്തരം പൂർണ്ണമായില്ല, അദ്ദേഹത്തിന് ടെൻഷൻ കൂടുകയാണ്. അപ്പം അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ബിഹഖി തൗറാത്തി മൂസ ലാ തംനഊനനി മിൻ സിയാറതിഹിം, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ്. മൂസാ നബിക്ക് അല്ലാഹു ഇറക്കിക്കൊടുത്ത തൗറാത്ത് എന്ന ഗ്രന്ഥം തന്നെയാണ് സത്യം. ഞാൻ ആ മുഹമ്മദിനെ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെടുകയാണ്. ഏത് നാട്ടിലാണോ ആ മുഹമ്മദ് ഉള്ളത് അവിടെ പോയിട്ട് എനിക്ക് മുഹമ്മദ് നബി എന്ന് കാണണം. അങ്ങനെ അദ്ദേഹം ബാണ്ടക്കെടുത്തിട്ട് ഇറങ്ങുകയാണ് മദീന ലക്ഷ്യം വെച്ചുകൊണ്ട്. മദീനയിലേക്ക് ഇങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത് ദിവസങ്ങളുടെ യാത്ര കഴിഞ്ഞു. ഫലമ്മാ ദനാ മിൻ മദീനത്തിൽ മുനവ്വറ, മദീനയുടെ ബൗണ്ടറി എത്തിയപ്പോൾ, മദീനയുടെ അതിർത്തി എത്തിയപ്പോൾ സൽമാനുൽ ഫാരിസി എന്ന ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയെ കാണുന്നു. സൽമാൻ ഫാരിസ് തങ്ങളെയാണ് ഇദ്ദേഹം ആദ്യം കണ്ടത്. സൽമാൻ ഫാരിസ് തങ്ങളങ്ങ് കണ്ടപ്പോ അദ്ദേഹം വിചാരിച്ചു ഇതായിരിക്കും മുഹമ്മദ് നബി എന്ന്. അങ്ങനെ സൽമാൻ ഫാരിസ് തങ്ങളോട് അസ്സലാമു അലൈക്കും യാ മുഹമ്മദു, മുഹമ്മദ് നബിയെ തങ്ങൾക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് പറയുന്ന സലാം പറഞ്ഞപ്പോൾ സൽമാൻ ഫാരിസ് തങ്ങളോട് സലാം പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. സൽമാൻ ഫാരിസ് തങ്ങൾ നല്ല വെളുത്ത് സുന്ദരനായ ആളാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ വിശേഷണം ഇദ്ദേഹം തൗറാത്തിൽ വെച്ച് വായിച്ചതും നബി തങ്ങൾ നല്ല കാണാൻ രസമുള്ള ആളാണെന്നാണ്. അപ്പോൾ സൽമാൻ തങ്ങളെ കണ്ടപ്പോൾ ഇയാൾ മനസ്സിലാക്കി ഇതായിരിക്കും മുഹമ്മദ് എന്ന്. പക്ഷേ സൽമാൻ റളിയല്ലാഹു അൻഹു ഇത് റസൂലുള്ളാഹിന്റെ പേര് വിളിച്ചിട്ട് സലാം പറഞ്ഞപ്പോ സൽമാൻ റളിയല്ലാഹു അൻഹുവിന് ആകെ ടെൻഷൻ വന്നുപോയി. വകാന ഖദ് തുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻദു 3 അയ്യാം. ഈ മനുഷ്യൻ വരുന്നതിൻ്റെ 3 ദിവസം മുമ്പാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. ആ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുന്ന സൽമാൻ തങ്ങളെ ചാരത്ത് വന്നിട്ടാണ് യഹൂദിയായ മനുഷ്യൻ മുഹമ്മദ് അല്ലേ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞത്. ഫബക്കാ സൽമാൻ, ഇത് പറഞ്ഞിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹു കരയുകയാണ്.
സൽമാൻ റളിയല്ലാഹുവിന് കരയുകയാണ്. അപ്പം ഈ ജൂതന് വല്ലാത്ത സങ്കടം. മുഹമ്മദ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്തിനാണാവോ ഇദ്ദേഹം കരയുന്നത്? ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരികയാണ്? ഞാൻ വളരെ ദൂരെ ദിക്കിന്ന് വരികയാണ്, ഞാൻ യഹൂദിയാണ്, മുഹമ്മദിനെ കാണാൻ വേണ്ടി വരികയാണ്. ബഹുമാനപ്പെട്ട പേര് വിചാരിച്ചു ഇദ്ദേഹം വലിയ താല്പര്യത്തോടു കൂടി അതേ ഷാമിൽ നിന്ന് ഇതുവരെ വന്നു. മുഹമ്മദ് നബി വഫാത്തായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒറ്റയടിക്ക് ടെൻഷൻ വന്നു പോകും, അല്ലെ വലിയൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങൾ പറഞ്ഞു, അബ്ദുക്കൽ മിസ്കീൻ, ഞാനാ മുഹമ്മദ് നബിയുടെ അടിമയാണ് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ അതേ ഈ ജൂതനായ മനുഷ്യരോട് പറയാണ്, മുഹമ്മദ് നബി അവിടെയുണ്ട്, അഥവാ മുഹമ്മദ് നബിയെ കുറിച്ച് നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം ഈ ജൂതൻ്റെ ചോദ്യമാണ്, ഐന ഹുവ, എവിടെയാണ് മുഹമ്മദ് നബി ഉള്ളത്? എവിടെയാണ് മുഹമ്മദ് നബി ഉള്ളത്? അപ്പോഴാണ് ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ സ്വഹാബത്തിരിക്കുന്ന ഇടം കാണിച്ചു കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ പോയി നിങ്ങളൊന്ന് അന്വേഷിച്ചോളൂ. അങ്ങനെ ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹുവിൻ്റെ വാക്ക് കേട്ടിട്ട് ജൂതനായ മനുഷ്യൻ വദഖലൽ മസ്ജിദൽ മുനവ്വറ, മദീനത്തെ പള്ളിയുടെ ഉള്ളിലേക്ക് അങ്ങ് ചെന്നിട്ട് അവിടുന്ന് സലാം പറയുന്നു, അസ്സലാമു അലൈക്കും യാ മുഹമ്മദ്, ഓ മുഹമ്മദേ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്ന സലാം അങ്ങ് പറഞ്ഞപ്പോൾ മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കാരണം സ്വഹാബത്ത് മുഴുവനും ടെൻഷനിലാണ്. അവർക്ക് വെള്ളമില്ല, ഭക്ഷണമില്ല, വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല. കാരണം അവിടെ എല്ലാമായ ഹബീബായ തങ്ങൾ 3 ദിവസം മുമ്പ് ലോകത്തോട് വിട പറഞ്ഞു പോയ ടെൻഷനിൽ ആരും സംസാരിക്കാതെ തമാശ പറയാതെ മുത്തുനബിക്ക് വേണ്ടി ഖുർആൻ ഓതി ദിക്ർ ചൊല്ലുന്ന സദസ്സിലേക്ക് യഹൂദിയായ മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹിന്റെ പേര് വിളിച്ചിട്ട് സലാം പറഞ്ഞപ്പോൾ സ്വഹാബത്ത് മുഴുവനും കരയുകയാണ്, കൂട്ടക്കരച്ചിലാണ്. ഇത് കണ്ടപ്പോൾ അതേ കൂട്ടത്തിൽ വെട്ടുള്ള ഒരു സ്വഹാബിയുടെ ചോദ്യമാണ്, അമാ അലിംത അന്നഹു മാത മുൻദു സലാസതി അയ്യാം, 3 ദിവസം മുമ്പ് ഹബീബായ തങ്ങൾ വഫാത്തായ വിവരം നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ? ഇത് കേൾക്കേണ്ട താമസം ഫസാഹ, അദ്ദേഹം അട്ടഹസിച്ചിട്ട് പറയാണ്, വാ ഹുസ്ന, എൻ്റെ സങ്കടമേ, വാനദമാ, എൻ്റെ ഖേദമേ, വയാലൈതനി ഉമ്മി, വയാലൈതനി ഉമ്മി ലം തലിദിനി, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ജൂതനായ മനുഷ്യൻ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്, അലിയുൻ ഹുനാക, നിങ്ങളുടെ ഈ കൂട്ടത്തിൽ അലി എന്ന് പേരുള്ള ആളുണ്ടോ? അതിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനായ അലി തങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ്. ആ അലിയെ കുറിച്ചുള്ള ചരിത്രം, ആ അലിയുടെ വിശേഷണം ഞാൻ തൗറാത്തിൽ വെച്ച് വായിച്ചിട്ടുണ്ട്. ഇന്നി വജത്തു ഇസ്മക ഫി തൗറാത്ത്, അലി തങ്ങളെ പേര് ഞാൻ തൗറാത്തിൽ വെച്ച് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അലി തങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരുമോ? അലി റളിയല്ലാഹു അൻഹു ടെൻഷൻ അടിച്ച് സദസ്സിലിരിക്കുകയാണ്. ആ സദസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു, എന്താണ് സഹോദരാ? അപ്പ ജൂതനായ മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾ ഹബീബായ തങ്ങളെ സംബന്ധിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? കാണാൻ ഏതാനും കഴിഞ്ഞില്ല, എന്നാ മുത്തുനബിയെ സംബന്ധിച്ചൊന്ന് വർണ്ണിച്ചു തരുമോ? ബഹുമാനപ്പെട്ട അലി തങ്ങൾ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ത്വീലൻ വലാ ഖസീറാ, എൻ്റെ ഹബീബായ തങ്ങൾ നല്ല നീളമുള്ള ആളല്ല, എന്നാൽ നല്ല കുറുകിയ ആളല്ല, ഒരൊറ്റ തടിയ ഒറ്റ വലുപ്പമുള്ള ആളാണ്.
എത്ര വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലും ഹബീബായ തങ്ങൾ ഇരുന്നാൽ തങ്ങളെ തല ശരിക്ക് ഉയർന്നു കാണും. വാളിഅൽ ജബീൻ, അവിടുത്തെ നെറ്റിത്തടം നല്ല പ്രകാശിക്കുന്ന നെറ്റിത്തടമാണ്. അസജ്ജൽ ഹാജിബൈൻ, അവിടുത്തെ കൺപുരികങ്ങൾ എന്തൊരു നല്ല കാണാൻ ചന്തമുള്ളതാണ്. അവിടുത്തെ കണ്ണുകൾ നല്ല കുളിർമയുള്ളതാണ്. ഇദാ ളഹിക ഖറജൻ നൂറു മിൻ സനായാ, ആ ഹബീബായ തങ്ങളൊന്ന് ചിരിച്ചാൽ അവിടുത്തെ നല്ല പല്ലുകൾ മുൻപല്ലിൽ നിന്ന് പ്രകാശം വരുന്നതായി ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. മാത്രമല്ല ബൈന കത്തിഫൈ ഖാതമുൻ നുബുവ്വ, ആ ഹബീബായ തങ്ങളുടെ മുതുകിൽ ഒരു ഖാതമുൻ നുബുവ്വ, നുബുവ്വത്തിന്റെ ഒരു സീലുള്ള നേതാവാണ്. ഈ വിശേഷണങ്ങൾ അലിയാർ തങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി പറയാൻ തുടങ്ങിയപ്പോൾ ജൂതന്റെ മറുപടിയാണ്, മതി അലി, നിർത്തിക്കോളൂ, ഇത് തന്നെയാണ് ഞാൻ തൗറാത്തിലും വായിച്ചത്. പക്ഷേ എനിക്ക് ആ നബിയെന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ. എന്നിട്ട് ആ ജൂതനായ മനുഷ്യന്റെ ചോദ്യമാണ്, ആ നേതാവ്, ആ മുഹമ്മദ് ജീവിച്ചിരുന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം, ഹൽ ബഖിയ മിൻഹു സൗബുൻ അശുമ്മുഹു, അവിടുത്തെ ശരീരത്തിൽ ധരിച്ചിരുന്ന ഒരു വസ്ത്രമെങ്കിലും എനിക്കൊന്ന് കാണാൻ കിട്ടുമോ? അശുമ്മുഹു, എനിക്ക് ആ വസ്ത്രമൊന്ന് ചുംബിക്കാനാ. ഉടനെ തന്നെ അലി റളിയല്ലാഹു അൻഹു സൽമാൻ ഫാരിസ് തങ്ങളെ വിളിച്ചിട്ട് പറയാണ്, ഓ സൽമാൻ തങ്ങളെ, ഫാത്തിമയുടെ ചാരത്ത് ചെന്നിട്ട് നിങ്ങൾ മുത്തുനബി ധരിച്ചൊരു വസ്ത്രം ഒന്ന് തരാൻ പറയണേ. സൽമാൻ ഫാരിസ് തങ്ങൾ ഫാത്തിമ ബി പൊന്നാര മകളാണല്ലോ, വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ സംഭവമുണ്ട്, ഒരു ജൂതനായ മനുഷ്യൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വസ്ത്രമെങ്കിലും മുത്തുനബി ധരിച്ചത് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മുത്തുനബി ധരിച്ചൊരു വസ്ത്രം തരുമോ? സുബ്ഹാനല്ലാഹ്, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ നെഞ്ച് പൊട്ടി നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങൾ ചെന്നിട്ട് തങ്ങൾ പറയുമ്പോൾ സഹിക്കാൻ കഴിയാത്ത ദുഃഖത്തിൻ്റെ സമയത്താണ്. എന്നാലും വസ്ത്രമെടുത്തിട്ട് സൽമാൻ തങ്ങളെ ചാരത്ത് കൊടുക്കുകയാണ്. ഈ വസ്ത്രം വാങ്ങിയിട്ട് സ്വഹാബത്തിൻ്റെ ഇടയിലേക്ക് സൽമാൻ തങ്ങളെത്തിയപ്പോ സ്വഹാബത്ത് മുഴുവൻ കരഞ്ഞുപോയി. ഹബീബായ തങ്ങളെ ശരീരത്തിൽ ധരിച്ച തട്ടിയ വസ്ത്രം മുത്തുനബി ഒരു സദസ്സിലേക്ക് കടന്നു വരുമ്പോഴുള്ള പരിമളം, ആ വസ്ത്രം സദസ്സിലേക്ക് കൊണ്ടുവന്നപ്പോൾ സ്വഹാബത്ത് മുഴുവനും അനുഭവിച്ചപ്പോൾ സദസ്സ് മുഴുവനും കരച്ചിലായിപ്പോയി. എല്ലാ സ്വഹാബത്തും ആ വസ്ത്രങ്ങൾ ചുംബിക്കുകയാണ്. ഇതൊക്കെ ഈ ജൂതനായ മനുഷ്യനിങ്ങനെ കാണുകയാണ്. എത്രമാത്രം വലിയ ബഹുമാനവും ആദരവുമാണ് ഈ നേതാവിനോട് ഈ അനുയായികൾ കാണിക്കുന്നത്. അവസാനം ആ ജൂതനായ മനുഷ്യൻ ആ വസ്ത്രം അങ്ങോട്ട് വാങ്ങുകയാണ്. വാങ്ങിയിട്ട് അദ്ദേഹം ചുംബിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മാ അത്യബ ഹാദിഹി റായിഹ, ഈ വസ്ത്രത്തിന് ഇത്രമാത്രം വലിയ സുഗന്ധമുണ്ടെങ്കിൽ ഈ വസ്ത്രം ധരിച്ച ഉടമയായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ തങ്ങളെ പരിമളം എത്രയാണ്. വസുലുസൂക കാഫൂറുൻ വറുബുക അംബറു വഖുമുസൂക യാഖൂതുൻ വബാഖീക ജൗഹറു. ഹബീബായ തങ്ങളെ സംബന്ധിച്ച് മഹാന്മാർ വർണ്ണിച്ച് പാടിയതാണ്. ഈ ജൂതനായ മനുഷ്യൻ വസ്ത്രം ചുംബിച്ച് ചുംബിച്ച് അവസാനം അദ്ദേഹം ഇതാ അതേ ആകാശത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ തല ഉയർത്തി കൈ ഉയർത്തിയിട്ട് അദ്ദേഹം പറയാണ്, അഷ്ഹദു യാ റബ്ബ് ഇന്നക വാഹിദുൻ ഫർദുൻ സമദ്, അല്ലാഹുവേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നീ ഒരുവനാണ്, ഏകനാണ്. എന്നിട്ട് മഹാനായ
ജൂതനായ മനുഷ്യൻ പരിശുദ്ധമായ മുത്തുനബി കിടക്കുന്ന റൗദയിലേക്ക് നോക്കിയിട്ട് പറയാണ്, വഅശ്ഹദു അന്ന സാഹിബ ഹാദൽ ഖബരി ലറസൂലുക വഹബീബുക വസഫിയുക വസദഖതുഹു ബിമാ ഖാല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, അല്ലാഹുവേ, ഈ ഖബറിൽ കിടക്കുന്ന മുഹമ്മദ്, ആ മുഹമ്മദിനെ ഞാൻ വിശ്വസിക്കുകയാണ്, ഈ മതത്തിൽ ഞാനൊരു മെമ്പറാവുകയാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ ഇൻ ഖബിൽത ഇസ്ലാമി, പടച്ച റബ്ബേ, എൻ്റെ ഇസ്ലാമിൻ്റെ ഇസ്ലാം സ്വീകരിച്ചത് നീ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫഖ്ബിദ് റൂഹി യാ അല്ലാഹ്, എൻ്റെ ആത്മാവിനെ ഈ സമയത്ത് തന്നെ നീ പിടിച്ചോ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ അഫ്ഫാൻ തങ്ങൾ, അവരുടെയൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇത് പറയുന്നത്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഈ സംഗതി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആത്മാവിനെ പിടിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ദുആ ചെയ്തു. ദുആ തീരുന്നതിൻ്റെ മുമ്പേ ഫഖറ മയ്യിത്താ, ഹബീബായ തങ്ങളോടുള്ള മഹബത്തിലായി ഈ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയുകയാണ്. ഫഗസലഹു അലിയുൻ, മരണപ്പെട്ട ജനാസ അലിയാര് തങ്ങൾ കുളിപ്പിക്കുകയാണ്. വദഫനഹു ബിൽ ബഖീ, അദ്ദേഹത്തിൻ്റെ ജനാസ നിസ്കരിച്ചിട്ട് ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ജനാസ അടക്കം ചെയ്യുകയാണ്. എത്ര വലിയ ഭാഗ്യമുള്ള മനുഷ്യനാണ്. അൻത ഉമ്മുൻ അം ആബൂ മറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ